എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിന്റെ പുതിയ ബാച്ച്, അതായത് നമുക്ക് സെക്രട്ടേറിയറ്റ്, OA, ടൈം കീപ്പർ, സ്റ്റോർ കീപ്പർ, അതുപോലെ ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഇത്രയും പോസ്റ്റുകൾ, ലബോറട്ടറി അറ്റൻഡർ എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾക്ക് എല്ലാം കൂടെ കോമൺ ആയിട്ട് വീണ്ടും ഒരു 10th പ്രിലിംസിന്റെ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിലിംസൊക്കെ എന്ത് ചെയ്തതാണ്, LGS ഈ വക സാധനങ്ങൾക്കൊക്കെ പോയി എന്ന് വിചാരിച്ചാണ്. പക്ഷേ അന്നും ഒഴിവാക്കി എന്ന് പറയുമ്പോഴും ഖാദി ബോർഡിനും സെക്രട്ടേറിയറ്റ് OAക്കും കൂടെ 10th പ്രിലിംസ് നിലനിൽക്കും എന്നാണ് എന്ത് ചെയ്തത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും നമുക്ക് കണ്ടേ പറ്റുള്ളൂ. പ്രിലിംസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പ്രിലിംസിനായിട്ടുള്ള ഒരുക്കങ്ങളും കാണണം. പിന്നെയോ മെയിൻസിന് നല്ല റേഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ LGS ലെവലാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം ഇപ്പം കഴിഞ്ഞ നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാവും, വേരിയസ് LGSന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ വേരിയസ് LGSൻ്റെ ഒക്കെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് മെയിനായിട്ടുണ്ടായിരുന്നൊരു പരാതി എന്ന് പറയുന്നത്, ഞങ്ങൾ LGS ലെവലാണ്, പക്ഷെ ഞങ്ങൾക്ക് തരുന്നതുണ്ടല്ലോ, ഞങ്ങൾക്ക് തരുന്നത് ഒരു 1.5 ലെവലൊക്കെയാണ്, ഡിഗ്രി ലെവലൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുന്നത് പരാതി ഉണ്ടായിരുന്നത്. പക്ഷേ LDC 4 എക്സാം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ പരാതി അങ്ങോട്ട് തീർന്നു. കാരണം അന്നേ പറഞ്ഞു ഈ പറയുന്ന LDCക്കാണെങ്കിലും LGSനാണെങ്കിലും ഇനി നടക്കുന്ന പരീക്ഷകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് PSC ചോദ്യങ്ങൾ വരിക. അത് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, മുൻകൂട്ടി നമ്മൾ കാണണം. അത് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റും മാച്ച് ദ ഫോളോയിങ്ങും ഒക്കെ ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ഇപ്പൊ LD കഴിഞ്ഞിട്ട് ഓരോരുത്തർ കണ്ടില്ലേ, PSC ആകെ പാടെ മാറി, പഴയ പോലെ നല്ല ഇപ്പൊ പുതിയ പാറ്റേണിലേക്കൊക്കെയാണ് ചോദ്യം. ഈ 2021 പ്രിലിംസും മെയിൻസും നടന്ന സമയത്ത് വന്ന സ്റ്റേറ്റ്മെന്റ് മാച്ച് ദ ഫോളോയിങ്, ശരിയായ ജോഡി, തെറ്റായ ജോഡി, കൂടുതൽ പെടുന്നവ പെടാത്തവ, ആ സാധനങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാറിയിട്ട് 3 കൊല്ലായി. പലരും എന്ത് ചെയ്തിട്ടില്ല, പലരും അത് തിരിച്ചറിഞ്ഞത് എവിടെയാണ്, പരീക്ഷാ ഹാളിൽ സ്വന്തം പരീക്ഷക്കാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10th പ്രിലിംസ് നിങ്ങൾക്ക് ഈ പറയുന്ന OAയുടെയൊക്കെ പ്രിലിംസ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും. പക്ഷേ ആ പ്രിലിംസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ മെയിൻസിനെ കണക്കാക്കരുത്. കാരണം മെയിൻസിന്റെ പരീക്ഷ കഴിഞ്ഞ വർഷവും നല്ല റേഞ്ചിൽ തന്നെയാണ് നടന്നത്. 2021 ഡിസംബർ 11 ഇതേപോലെ സെക്രട്ടേറിയറ്റ്, OA, ലാബ് അറ്റൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്തത്, ഈ പറയുന്ന സെയിം എക്സാം എന്ത് ചെയ്തത് നടന്നത്. അതും അത്യാവശ്യം നല്ല റേഞ്ച് ചോദ്യങ്ങളായിരുന്നു. സോ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളിതിൻ്റെ ഉത്തരമൊന്നും ഇപ്പം തേടണ്ട. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊന്ന്, ഇത് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണേ. പ്രിലിംസ് നിങ്ങൾക്കറിയാലോ, 2021 പ്രിലിംസ് ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, 2022 പ്രിലിംസ് ഒരു 6 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രിലിംസിന്റെ റേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഒരു പ്രിലിംസ് അത്ര വലിയ റേഞ്ച് ഒന്നുമല്ല. നമുക്ക് കറണ്ട് അഫേഴ്സ് ഒരു 10 ചോദ്യം, കേരള ഹിസ്റ്ററി ഒരു 10 ചോദ്യം, ഇന്ത്യൻ ഹിസ്റ്ററി 10 ചോദ്യം, ഇന്ത്യൻ ജോഗ്രഫി 10, ഇന്ത്യൻ ഹിസ്റ്ററി 10, പിന്നെ ഭരണഘടന 10, ഇങ്ങനെ ഒരു 60 മാർക്ക് എന്ത് ചെയ്യുന്നു ആ ഭാഗത്ത് നിന്ന്. ബയോളജി, പദ്ധതികൾ, ആരോഗ്യം ഒക്കെ ചേർത്തിട്ട് ഒരു 10 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും ചേർത്തിട്ട് ഒരു 10 മാർക്ക്, അപ്പോൾ 80 മാർക്കായി. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10. അങ്ങനെ പ്രിലിംസിന് നിങ്ങൾക്ക് 100 മാർക്കിന്റെ പരീക്ഷയാണുള്ളത്. പ്രിലിംസ് നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾ സ്വപ്നത്തിൽ വരെ ക്ലിയർ ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് പോകും, നിങ്ങൾ പോലും അറിയരുത്. ആ ലെവലിലുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, OAന്റെ പ്രിലിംസിനും മെയിൻസിനും ആയിട്ട് തുടങ്ങണം. സോ ഞാൻ ഇവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിലിംസ് കണ്ടിട്ട് ഒരിക്കലും മെയിൻസിനെ അളക്കരുത്. മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് നോക്കി നോക്ക് നിങ്ങൾ. SCERTയിൽ പ്രത്യേകം ഒരു ചിത്രത്തിലൊക്കെ കൊടുത്തിട്ടില്ലേ, നമ്മുടെ ബ്രിട്ടീഷുകാർ നിയമം മൂലം നിരോധിച്ച അനാചാരങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ, പത്രങ്ങളുടെ ആ ഒരു ടേബിളില്ലേ, യങ് ഇന്ത്യ, കേസരി, മറാത്ത, വോയിസ് ഓഫ് ഇന്ത്യ, വന്ദേ മാതരം,
പിന്നെ വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആര്? അതായത് ഒരു നോർമൽ എക്സാം പോലെ നിങ്ങൾ കാണണ്ട, അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ എന്ത് ചെയ്യും, ആ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും ചുവടെ കൊടുത്തിരിക്കുന്നതിൽ അന്തരീക്ഷത്തിൽ താപം പ്രസരിപ്പിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക, ചാലനം, സംവഹനം, അഭിവഹനം എന്ന് പറയുന്ന ആ ജോഗ്രഫിയിൽ ബേസിക് പഠിക്കുന്നിടത്ത് തന്നെ ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്ത്, നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, അതേപോലെ ഭൂസ്ഥിരോപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടത്, കേന്ദ്ര പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത് സർക്കാർ നൽകുന്ന പ്രത്യേക പദവി, താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? ഇപ്പൊ ഈ ചോദ്യമൊക്കെ ഉണ്ടല്ലോ, ഈ മഹാരത്ന, നവരത്ന പദവികളൊക്കെ കൊടുക്കുന്ന ആ ചോദ്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കയറി വന്നതാ. പറയുമ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 10th പ്രിലിംസ് ആണ് നടക്കുന്നതെങ്കിലും നിങ്ങൾ എവിടെ കയറി വായിക്കണം? +2 പുസ്തകങ്ങൾ അടക്കം എക്കണോമിക്സിലൊക്കെ കയറി എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം SCERT നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. SCERT നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെയോ സിലബസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ സിലബസ് നിങ്ങൾക്ക് നോർമലി നിങ്ങൾ എങ്ങനെ കണ്ടാൽ മതി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇതെല്ലാം എന്താണ്, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, CA, ഇത്രയും എണ്ണം 10 10 10 10 10 ഇപ്പം എത്രണ്ണായി? ഇത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി അവിടെ വന്നു. ഇങ്ങനെ എല്ലാം ചേർത്ത് എന്ത് ചെയ്യുന്നത്, 10 മാർക്ക് വീതം എല്ലാറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എക്കണോമിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്സ് നോർമലി അവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അതിൽ പഞ്ചവത്സര പദ്ധതികളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും എല്ലാം കൂടെ ഈ 10 10 10 എന്ന് പറയുന്നത് നമുക്ക് നോർമലി എന്ത് ചെയ്യുന്നു, എക്കണോമിക്സ് ഒക്കെ സിമ്പിളായിട്ട് ഏതിൽ കയറി വരും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ നടന്ന പുരോഗതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലേ. സോ അവിടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്, പിന്നെയോ ബയോളജി 10, ഫിസിക്സ് കെമിസ്ട്രി ഉൾപ്പെടെ 10, അങ്ങനെ 10 10 20 എന്നുള്ള ലെവലിലും എന്ത് ചെയ്യുന്നു അവിടെ വരുന്നത്. ഇത്രയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ടോട്ടലി സിലബസ് വരുന്നത്. സിലബസ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു തരാം, ടെലഗ്രാമിന്റെ ഗ്രൂപ്പ് നിങ്ങൾക്കായിട്ട് 10th പ്രിലിംസിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അതെങ്ങനെ എടുക്കുക, നിങ്ങൾ ബാച്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മോളിൽ അനൗൺസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അനൗൺസ്മെന്റ്സ്. ഈ അനൗൺസ്മെന്റ്സ് തുറന്നാൽ അവിടെ നിങ്ങൾക്കുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. ആ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നുകിൽ അവിടെ ടെലഗ്രാമിന്റെ ഗ്രൂപ്പ് ഓപ്പൺ ആവും, അല്ലാത്തവർക്ക് ഓപ്പൺ ആവാത്തവർക്ക് ആ ലിങ്ക് അവിടുന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കോപ്പി ചെയ്യാം. ആ കോപ്പി ചെയ്തിട്ട് നേരെ ടെലഗ്രാമിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഓപ്പൺ ആവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കുള്ള ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ അതിൽ എന്ത് ചെയ്യാം, സിലബസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്ത് സിലബസ് ആഡ് ചെയ്തിടാം. 10th പ്രിലിംസിൻ്റെ സിലബസ് ആഡ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് എല്ലാവർക്കും അവിടെ അവൈലബിൾ ആവും. അപ്പം ഞാനിവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യങ്ങളുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ ശരിയായി യോജിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം. പിന്നെ കണ്ടോ, പ്രധാനമന്ത്രി ജൻധൻ യോജന, അതുമായി യോജിക്കുന്ന പ്രസ്താവനകൾ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്.
ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം. അവിടെ മെയിൻസ് ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ എക്കണോമിക്സ് സ്ട്രോങ് ആയിട്ട് കയറി വരുന്നുണ്ട്. പ്രിലിംസിന് അത്രത്തോളം ഇല്ല. പിന്നെ GST നിലവിൽ വന്നത്, ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത്, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ കേശവാനന്ദ ഭാരതി കേസ്. അത്യാവശ്യം റേഞ്ച് ചോദ്യങ്ങളാണ് അതൊക്കെ. എന്ത് ചെയ്യുന്നത്, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു LGS എക്സാമിനൊന്നും പ്രതീക്ഷിക്കുന്നതല്ല ഏത് കേശവാനന്ദ ഭാരതി കേസ് എന്നൊന്നും പറയുന്നത്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഭരണഘടന ആ ലെവലിൽ കയറി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. പിന്നെയോ ഹരിത കേരളം പദ്ധതിയെ പറ്റി ശരിയായ പ്രസ്താവന, ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന, പിന്നെയോ ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്ദേശ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP കെയ്ത്താന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അംഗം. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പദ്ധതി. താഴെ പറയുന്നതിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ്. അത് പിന്നെന്താണ്, മെയിൻസിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഇത് ഞാൻ ഇത്രയും കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു LGSന്റെ പേപ്പറാണോ? നിങ്ങൾ നോർമലി വിചാരിക്കുമല്ലോ LGS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, അതിലത്ര സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊക്കെ ഒരു ധാരണയാണല്ലോ നോർമലി ഉണ്ടാവുന്നത്. ആ ധാരണ തെറ്റാണ് എന്നുള്ളത് തുടക്കത്തിലേ അങ്ങോട്ട് പൊളിച്ചിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഈ റൂട്ടിൽ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, ഈ റൂട്ടിൽ അങ്ങോട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെ കാണണ്ട, ഈ പറയുന്ന മെയിൻസ് സിമ്പിളായിരിക്കുന്നോ, അല്ലെങ്കിൽ LGSന്റെ ലെവൽ ആയതുകൊണ്ടാണെന്നോ, അല്ലെങ്കിൽ ഇനി പ്രാവശ്യം ടൈറ്റ് ആകുമ്പോൾ ഇത്രക്ക് ടൈറ്റൊന്നും PSC ചോദിക്കുന്നു ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് ഈ പറയുന്ന ഒരാളും പറയാൻ പാടില്ല. കഴിഞ്ഞ LDC കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ PSC ഒക്കെ പാടെ മാറി, PSC ഒക്കെ ഇപ്പോൾ ഫുള്ള് പാറ്റേൺ തന്നെ മാറ്റി എന്നുള്ളതാണ്. ഈ പാറ്റേൺ തുടങ്ങിയിട്ട് കുറച്ചായി. അത് ഓരോരുത്തർ അറിയുന്ന എവിടുന്നാ, ഈ പറയുന്ന പരീക്ഷ ഹാളിൽ പോയിട്ടാണ്. അപ്പോൾ LDC പരീക്ഷ കഴിഞ്ഞിട്ട് 85% പേരും പരീക്ഷ ടൈറ്റ് ആയതിനെ കുറ്റം പറയുമ്പോൾ അവിടെ ബാക്കി 15% ഉണ്ടല്ലോ, ആ 15% ആളുകൾ ആ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ട് ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ജോലി അടിക്കുന്ന ഒരു പരീക്ഷ കയ്യിൽ കിട്ടിയത് എന്ന് പറയുന്നൊരു 15% ആളുകളുണ്ട്. നമ്മളും അങ്ങനെയാണ് പോകേണ്ടത്. അതായത് പാറ്റേണൊക്കെ തുടക്കം മുതലേ അറിഞ്ഞ് ആ ലെവലിലേക്കുള്ള പ്രിപ്പറേഷൻ നടത്തണം എന്ന് തുടക്കം മുതലേ എന്ത് ചെയ്യുക, മനസ്സിനെ ആ ലെവലിലേക്ക് മാറ്റുക. എന്നിട്ട് ഇത് ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഈ വിവരം അറിയുന്നത് എന്നുള്ള ലെവലിൽ ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടല്ലോ. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിക്കാം. ഈ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടക്കം എത്ര അംഗങ്ങളുണ്ട്, കേന്ദ്രങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം, സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി. പിന്നെ നെക്സ്റ്റ്, അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ടത് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത്, മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ LDയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അതായത് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി. പാലക്കാടിൻ്റെ LDC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കോപ്പി പേസ്റ്റ് കണ്ടവരുണ്ടോ? 2021 ചോദ്യ പേപ്പറാ. 2021 OAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം അങ്ങനെ കൊടുത്തത് വീണ്ടും അതേപടി കോപ്പി പേസ്റ്റാ. അപ്പം ആ കോപ്പി പേസ്റ്റ് പോലും കിട്ടാത്തവരുണ്ട്. അതുകൊണ്ടാ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. ഇൻ്റെ പരീക്ഷക്കാണല്ലോ ഈ ടൈറ്റൊക്കെ വരുന്നേ എന്നുള്ള രീതിയിലേക്ക് കുറേ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെയോ പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രൊസീമിയൻസ് എന്നും ആന്ത്രപ്പോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊസീമിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ്. SCERTയിൽ ഇങ്ങനെ ചിത്രങ്ങൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇനിയോ
തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതുതായി കണ്ടത് ഏതിനും സസ്യവിഭാഗത്തിനാണ്? മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് കെ ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻ പേഷ്യൻസ് ശൈലജെ എന്ന പേര് നൽകിയത്. അതൊക്കെ പിന്നെ കറണ്ട് അഫയറിൽ ആ സമയത്ത് വന്നതാണ്. ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയ രസത്തിലെ രാസാഗ്നി വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? അപ്പൊ ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ രീതിയിൽ കണ്ടറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. കഴിഞ്ഞ വർഷം പ്രിലിംസൊക്കെ എന്ത് ചെയ്തു? പ്രിലിംസൊക്കെ ഒരുത്തൻ ക്ലിയർ ചെയ്തു. കാരണം പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നത് 11, 13, 17 ഒക്കെ ആയിരുന്നു. ഇത് 2021 ആദ്യമായിട്ട് പ്രിലിംസ് നടത്തിയ സമയത്ത് ഈ പറയുന്ന OA LGS ഈ പരീക്ഷകൾക്കൊക്കെ കോമൺ കട്ട് ഓഫ് ഇട്ടിട്ട് 11, 13, 17 എന്നുള്ള ലെവലിലേക്കൊക്കെ കട്ട് ഓഫ് ഇട്ടു. അവിടെ പ്രിലിംസ് ക്ലിയർ ചെയ്തു. എന്നിട്ട് മെയിൻസിന് പോയിട്ട് വന്നപ്പോഴോ 65 മുതൽ 75 വരെ ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ പ്രിലിംസ് പാട്ടും പാടി ജയിക്കും, അത് വേറെ കാര്യം. അത് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ അങ്ങോട്ട് തുടങ്ങി ആ സിലബസിലൂടെ അങ്ങനെ കയറി വരുമ്പോഴത്തേക്കന്നെ നിങ്ങൾ പോലും അറിയാതെ ഇത് ക്ലിയർ ചെയ്യും, പ്രിലിംസ് ക്ലിയർ ചെയ്യും. അപ്പോൾ ലക്ഷ്യം ഏതല്ല, പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. പ്രിലിംസിന് അപ്പുറത്തൊരു മെയിൻസ് ഉണ്ട്. ആ മെയിൻസ് എനിക്ക് അടിക്കണം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ജോലികളിൽ ഒരേപോലുള്ളവ എനിക്കെല്ലാം ഒന്നിച്ചടിക്കണം എന്നുള്ള ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങണം. മനസ്സിലായല്ലോ? അപ്പോൾ ഏകദേശം ഒരു ധാരണയായല്ലോ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് നോർമൽ ലെവൽ അല്ല എന്നുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്ക് അവിടെ മനസ്സിലായിട്ടുണ്ടാവും. പാപ് സ്മിയർ പരിശോധന, പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം, വൈദ്യശാസ്ത്ര പഠനം നടത്തി വരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം, ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2 mJ ആണ്. ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോണെത്ര? വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? അതായത് നമ്മൾ നോർമലി ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് പോയ സെപ്പറേറ്റ് നടത്തിയല്ലേ, ഞാൻ കോമൺ പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നടത്തിയില്ലേ? 8, 10, 11, 13, 17 എഴുതിയ ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. PSC ആദ്യമായിട്ട് ഈ പറയുന്ന കോമൺ പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞ് നടത്തിയിട്ട് ഈ പറയുന്ന LGS എക്സാമുകൾക്ക് കൊടുത്ത കട്ട് ഓഫ് ആയിരുന്നു ഈ പറയുന്ന 11, 13, 17 എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ഓഫ് ഇട്ടത്. അപ്പോൾ ആ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രിലിംസ് അത് ക്ലിയർ ചെയ്തിട്ട് ഒരുപാട് പേര് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പ്രിലിംസിന്റെ അടിച്ച സന്തോഷത്തിൽ അങ്ങനെ നടന്നു. പക്ഷേ മെയിൻസ് അടിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതിനൊന്നും യാതൊരു വാല്യൂ ഇല്ല. മനസ്സിലായല്ലോ? നിങ്ങളിപ്പോഴും ഞാൻ പറഞ്ഞ ആ ഒരു 70 എബവ് കട്ട് ഓഫ് എന്ന് പറയുന്നത് OAക്കല്ലേ. ഞാൻ പറഞ്ഞ് 2021 ആദ്യമായിട്ട് പ്രിലിംസ് LGS ലെവലിൽ പ്രിലിംസ് കൊടുന്നപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ആണ്. അത് എഴുതിയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. നിങ്ങൾ അവരോട് ചോദിച്ചോ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ എത്രയോ കുട്ടികൾ 11 മാർക്ക്, 13 മാർക്ക്, 15 മാർക്ക്, 17 മാർക്കൊക്കെ കട്ട് ഓഫ് കിടന്നിട്ട്, അതിനർത്ഥം ഇനി പ്രിലിംസ് നടത്തിയിട്ട് അത് ഇടുന്നല്ല ഞാൻ പറയുന്നത്. അന്ന് PSCക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഏതെന്ന് പറയുന്നത്. ഈ പറയുന്ന അത്രയും ചെറിയ കട്ട് ഓഫ് ഇട്ടിട്ട് മെയിൻസിന് 25,000 പേരെ ഇരുത്തിയിട്ട് ലാസ്റ്റ് 65 മുതൽ 75 വരെ മെയിൻസിന്റെ കട്ട് ഓഫ് വന്നപ്പോൾ അവിടെ പകച്ചു പോയത് ആരാ? ഈ ചെറിയ പരീക്ഷകൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് വന്നവരാണ്. അവനൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവനൊരിക്കലും ഇത്രയും വലിയൊരു കട്ട് ഓഫിലേക്ക് വെറും 2-2.5 മാസം കൊണ്ട് വരില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതൊരു ചെറിയ പരീക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് SCERT 10ാം ക്ലാസ് വരെ പഠിച്ചാൽ പോരെ, ഞാൻ 7ാം ക്ലാസ് വരെയുള്ള പുസ്തകം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് പഠനത്തിൽ ഈ പറയുന്നത് ഏറ്റവും ലോ ലെവലിലേക്ക് താഴ്ന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂല. എന്നിട്ട് നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് പറയുന്നത്, ആ പരീക്ഷ കഴിഞ്ഞതോടുകൂടെ എൻ്റെ കോൺഫിഡൻസ് പോയി, ഞാൻ നല്ല ലെവലിൽ വന്നതായിരുന്നു, പക്ഷേ PSC എല്ലാം കുളമാക്കി. അതെന്തുകൊണ്ടാ? പഠനം വേറെ ലെവലിൽ നടക്കുന്നു, ഇപ്പുറത്ത് എക്സാം വേറൊരു ലെവലിൽ നടക്കുന്നു. രണ്ടും തമ്മിൽ നല്ല റേഞ്ച് വ്യത്യാസം ഉണ്ടാവും.
എന്നാൽ അതിനാണ് ആദ്യമേ എന്ത് ചെയ്യുന്നത്, ഈ ലെവലിലാണ് പരീക്ഷ നടക്കുന്നത് എന്നറിഞ്ഞിട്ട് ആ റേഞ്ചിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷനും കൂടെ വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിനനുസരിച്ചിട്ട് പാറ്റേണിനനുസരിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒന്നും കണ്ടത് ഈ പറയുന്ന പാപ്സ്മിയർ ആണെങ്കിലും ഈ പറയുന്ന ബാക്കിയുള്ള ചോദ്യങ്ങളാണെങ്കിലും ഒന്നും നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസേ അല്ല. മനസ്സിലായല്ലോ, സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസേ അല്ല കേട്ടോ. ഇനിയോ, ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ അധിഷ്ഠിത മൊബിലിറ്റി പ്രോജക്റ്റ്, സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെക്കുറിച്ചും മറ്റ് പ്രതിഭാസങ്ങളെക്കുറിച്ചും ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത പ്രതിരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം, കൃത്രിമ മൂലകം ഏത്? അതായത് നിങ്ങൾ നോർമലി ഒരു LGSനൊക്കെ കാണുന്നത് ഒരു മൂലകവും അയിരും ഉണ്ടാവും, ഒരളവുകളും യൂണിറ്റുകൾ ഉണ്ടാവും, ഒരു ഉപകരണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള നോർമൽ ക്വസ്റ്റ്യൻസ് അല്ല എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മെയിൻ എക്സാം. അതുണ്ടാവും എവിടെ, അത് പ്രിലിംസിന് ഉണ്ടാവും. സോ പ്രിലിംസിനെയും മെയിൻസിനെയും മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ പരീക്ഷയെ കാണാൻ. അപ്പം ആ തയ്യാറെടുപ്പ് അതിനനുസരിച്ചിട്ട് തന്നെ നടക്കണം. പ്രിലിംസിന്റെ സിലബസ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ മെയിൻസിന്റെ സിലബസും പ്രിലിംസിന്റെ സിലബസും എന്ന് പറഞ്ഞ് നമുക്ക് കാണുമ്പോൾ പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രഹസനം പോലെ നമുക്ക് തോന്നുള്ളൂ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തതാണ്, തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും, ഈ റേഞ്ചിലായിരിക്കും നിങ്ങളെ OAന്റെ മെയിൻസ് എക്സാം നടക്കുക. ഇനിയോ, നിങ്ങൾ പ്രിലിംസ് വളരെ സിമ്പിൾ സിലബസും സിമ്പിൾ ക്വസ്റ്റ്യൻസും ആയി നിങ്ങൾ അങ്ങോട്ട് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി കൂടും. മനസ്സിലായല്ലോ, നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി കൂടും. കാരണം എന്താ, നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ വീട്ടുകാരോട് നിങ്ങൾ പറയും, അങ്ങനെ പ്രിലിംസ് ഞാൻ എഴുതി രക്ഷപ്പെട്ടു കേട്ടോ. കാരണം വീട്ടുകാരിങ്ങനെ ചൊറിയുന്നതിനനുസരിച്ചിട്ട് ഇത് എന്തെങ്കിലും നേടുന്നുണ്ടോ എന്ന് പറയണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏത് പറയും, നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്തു എന്ന് പറയും. ആ പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ആൻസർ പറയാൻ നിൽക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന് മുന്നേ 2021 5 10th പ്രിലിംസ്, 2022 6 10th പ്രിലിംസ്, ഈ പറയുന്ന 11 ആദ്യം ചെയ്യണം. പിന്നെ 2023 ഖാദി ബോർഡിന്റെ പ്രിലിംസ് നടന്നു. ഖാദി ബോർഡിന്റെ പ്രിലിംസ് 4 ഘട്ടം കണ്ടോ ഖാദി പ്രിലിംസ് നടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻസ് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഞാൻ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് തരാം, PYQ എന്ന് പറയുന്ന ടെലഗ്രാമിന്റെ ഗ്രൂപ്പിൽ PYQ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റ് ഇട്ട് തരാം. നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ഓരോരോ ചോദ്യ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രിലിംസിന്റെ റേഞ്ച് എങ്ങനെയാണ്, മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുതരാം, അതും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒരു ലെവലിലേക്ക് പോവാം. എന്നിട്ട് ക്ലാസ്സും നമ്മുടെ ഒപ്പം ഉള്ള പ്രിപ്പറേഷനും കൂടെ. വെറും സ്പൂൺ ഫീഡിങ്ങിലേക്ക് നിൽക്കരുത്. സ്പൂൺ ഫീഡിങ്ങിലേക്ക് നിന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ, ഒരു 10-12 ലക്ഷം അപേക്ഷകരുണ്ടായിരുന്നു LDCക്ക് അല്ലേ. ഈ 12 ലക്ഷം അപേക്ഷകരിൽ 11,90,000 എന്തിനുള്ളവരാ, പുറത്താവാനുള്ളവരാ. ഒരു 10,000 പേരാണ് എന്ത് ചെയ്യുന്നത്, ലിസ്റ്റിൽ 14 ജില്ലകളിലായിട്ട് എന്ത് ചെയ്യുന്നത്, കയറിക്കൂടുന്നത്. ഞാൻ പറയുന്നത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അറിഞ്ഞ് പ്രിപ്പയർ ചെയ്യണം. ബാക്കി ഇപ്പം ഈ 12 ലക്ഷത്തിൽ തന്നെ ആകെ വർക്കൗട്ട് ചെയ്യുന്നവരെന്ന് പറയുന്നത് സിലബസ് അറിഞ്ഞ് പാറ്റേൺ അറിഞ്ഞ് ആ റിയാലിറ്റി ഉൾക്കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നവരെന്ന് പറയുന്നത് ഒരു 50,000 മുതൽ 1,00,000 വരെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവിടെ ഇത്രയും കൊടുത്ത് ചേർന്നാൽ ഒരു പണി കിട്ടും, ഇത്രയും കൊടുത്ത് അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പണി കിട്ടൂല. അതിൻ്റെ കൂടെ ആര് പണിയെടുക്കണം, നമ്മൾ പണിയെടുക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, എനിക്കാണ് ജോലി അത്യാവശ്യം, എനിക്കാണ് ജോലി കിട്ടേണ്ടത് എന്നുള്ളത്
ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ ആത്മാർത്ഥത കാണിക്കുന്ന പോലെ വേറൊരാൾക്കും എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് തോന്നുമോ? ഇല്ലല്ലോ. ഇപ്പൊ ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടി ഇന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആള് വന്നു. അപ്പോൾ ആള് വന്നിട്ട് ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. കാരണം വെച്ചാൽ 2020 എന്ത് ചെയ്തത്, എല്ലാം നഷ്ടപ്പെട്ടു. അച്ഛൻ, അമ്മ, സ്വന്തം മോള്, അതേപോലെ തന്നെ വീടുമില്ല, ഒന്നുമില്ല, ആകെ കൂടെ എടുത്തെറിയപ്പെട്ട അവസ്ഥ. സ്വന്തം മോളെ വരെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ട അവസ്ഥ. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, LDC പ്രിലിംസും മെയിൻസും വരുന്നത്. ആദ്യമായിട്ടുള്ള പ്രിലിംസ് മെയിൻസ് പരീക്ഷ. ആ പരീക്ഷയ്ക്ക് കൂട്ടിനുള്ളതോ ഇഷ്ടംപോലെ പ്രതിസന്ധികളും. പക്ഷേ ആ പ്രതിസന്ധികൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കാവുന്ന ഒരു പേപ്പറുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് ഇങ്ങോട്ടേക്ക് കാണാൻ വന്നത്. കാരണം ആ അഡ്വൈസ് മെമ്മോ ഇവിടുന്ന് സാറെടുന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ അഡ്വൈസ് മെമ്മോ കൊണ്ട് ഇന്ന് വന്നതാ. ഇപ്പൊ LD അപ്പോയിന്റ്മെന്റ് ആയി, തിരുവനന്തപുരത്ത് LD അപ്പോയിന്റ്മെന്റ് ആയി എന്ന് പറയുന്ന വാർത്തയായിട്ടാണ് വന്നത്. നഷ്ടങ്ങളെല്ലാം നികത്തപ്പെടും ഒരൊറ്റ പേപ്പർ കൊണ്ട്. സ്വന്തമായിട്ട് വീടില്ല, അടുത്ത മാസം ജോയിൻ ചെയ്തിട്ട് സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് എത്ര ലക്ഷത്തിന്റെ ലോൺ എടുത്തിട്ട് വീട് വെക്കണോ, ഹൗസിംഗ് ലോൺ കിട്ടും. കാരണം സ്റ്റാറ്റസ് മാറി, ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇനിയോ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും എന്ത് ചെയ്യും, സ്വന്തം സ്റ്റാറ്റസ് മാറി, സ്വന്തം പ്രതിസന്ധികൾ മാറി, കഷ്ടപ്പാടുകൾ മാറി. ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ലെവലിലേക്ക് മാറണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. പഠനത്തിലും ഈ ഒരു ചിന്തകളും കാര്യങ്ങളും ഒക്കെ അവിടെ എന്ത് ചെയ്യണം, അവിടെ തോന്നണം. എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും പഠിക്കുന്നില്ലേ, ആ പഠിക്കുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് എനിക്കുണ്ടാക്കാൻ പറ്റുക. കാരണം എനിക്ക് മാർക്ക് സ്പെഷ്യലായിട്ട് കൂടണം, അപ്പം ഞാൻ സ്പെഷ്യലായിട്ട് പണിയെടുക്കണം എന്നുള്ള ലെവലിലേക്ക് ചിന്ത വന്നാൽ നിങ്ങളുടെ സ്വന്തം സ്ട്രാറ്റജിയും ക്ലാസ്സുകളും ചേരുമ്പോൾ നിങ്ങൾക്ക് മുൻനിര റാങ്കുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു കുട്ടി ചോദിച്ചൊരു സംശയമാണ്, ഇവിടെ ഇപ്പോൾ ഒരു 15,000 ആൾക്കാർ ക്ലാസ്സിലില്ലേ, ഈ 15,000 ഇപ്പോൾ LDക്കൊക്കെ ആണെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം പേര് ക്ലാസ്സിലുണ്ട്. ആ 1.5 ലക്ഷം പേരും ഒരേ ക്ലാസ്സല്ലേ കേൾക്കുന്നത്. സോ ഒരേ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് ഒരേ മാർക്ക് കിട്ടാനല്ലേ ചാൻസ് എന്നൊരു കുട്ടി സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലക്ഷം പേരും ക്ലാസ് കേൾക്കുന്നത് ഒന്നാണ്, പക്ഷേ 1.5 ലക്ഷം പേരും അത് ഉപയോഗപ്പെടുത്തുന്ന രീതി 1.5 ലക്ഷം ഡിഫറൻ്റാണ്. അത്രയും ഡിഫറൻ്റ് ആണ് ഓരോരുത്തർ. ചിലരെന്ത് ചെയ്യും, നോട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടാൽ പോരെ, എൻ്റെ മനസ്സിലുണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതും. ചിലർ ഈ പറയുന്ന നോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യും, റിവിഷൻ അടിക്കൂല. ഞാനൊരു വട്ടം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു വട്ടം നോട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 വട്ടം കണ്ട ഓർമ്മ ഉണ്ടാവും. ചിലരെന്ത് ചെയ്യും, ക്ലാസ്സും കേൾക്കും, നോട്ടും എഴുതും, എന്നിട്ട് അത് സ്വന്തമായിട്ട് 5ഉം 6ഉം തവണയും റിവൈസ് ചെയ്യും. ചിലരോ 50 തവണയൊക്കെ റിവൈസ് ചെയ്യും, ചിലർ 100 തവണയൊക്കെ റിവൈസ് ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് എല്ലാവർക്കും 100 തവണ റിവിഷൻ അടിക്കാനുള്ള അവസരം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ അവനവന് ഓരോരോ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളിത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് ജോലി എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മളെ പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടണം. നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ ബാക്കിയുള്ള എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്, PSC പഠനവും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ PSC അപ്പോഴും സൈഡായിരിക്കും, ഇപ്പോഴും സൈഡായിരിക്കും. ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുകയും ചെയ്തു. PSC ഞാൻ വിചാരിച്ച പോലെ എന്ത് ചെയ്തില്ല, PSC എൻ്റെ തീരത്തേക്ക് അണഞ്ഞില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് പറയേണ്ടി വരും. PSC ഇങ്ങോട്ടേക്ക് തീരത്തേക്ക് അണഞ്ഞു വരുന്നില്ല. ആ തീരത്തേക്ക് നമ്മളായിട്ട് നീന്തി കയറി അവനവന് വേണ്ട ജോലി അടിച്ചെടുത്തോണം. അതിന് എത്ര ചെറുതാണെങ്കിലും ഗവൺമെൻറ് സർവീസിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെപ്യൂട്ടി കളക്ടർ ഇടുന്ന ആ ഒരു മാലയും ഗവൺമെൻറ് ഓഫ് കേരള എന്നാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ഇടുന്ന മാലയും ഗവൺമെൻറ് ഓഫ് കേരള എന്നാണ്. ഇതുമായിട്ട് ഒരാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഇത് ഇയാൾ ഏത് പൊസിഷനിലിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാലയിൽ കാണൂല. അതിനാണ് ഞാൻ പറഞ്ഞത്, എത്ര ചെറിയ പോസ്റ്റ് ആണെങ്കിലും കയറുക എന്നുള്ള പണിയാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, അതിനുള്ള പണിയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. സോ നിങ്ങൾ ഓരോരുത്തരും
യുണീക്കാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള വാശികളാണുള്ളത്. ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമാണുള്ളത്. ഓരോരുത്തർക്കും പ്രതിസന്ധി ഇഷ്ടം പോലെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഗതികേടുകൾ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എനിക്ക് അടിച്ചേ പറ്റൂ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്ത് തരാം? 5 വീതമുള്ള സെറ്റ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തോളുക? ഓരോന്നെടുത്തിട്ട് OMR പരീക്ഷ എഴുതുക. എപ്പോൾ പരീക്ഷ എഴുതുമ്പോഴും എന്ത് ചെയ്യണം? OMR പരീക്ഷ എഴുതുക. അതേപോലെ പ്രിലിംസൊക്കെ ആകുമ്പോൾ 1.25 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ആ ടൈമിൻ്റെ ഒരു പ്രഷറുണ്ട്. നമ്മൾ 75 കറുപ്പിച്ചിട്ട് ഏകദേശം എത്രയായി എന്നൊന്നും അറിയാനിങ്ങനെ നമ്മൾ എക്സാം ഹാളിൽ നിന്നുള്ളൊരു പരതലുണ്ടല്ലോ. ഇനി ആകെ 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് അങ്ങോട്ട് കൂടുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് കറുപ്പിക്കാനുള്ള ആ വെപ്രാളം ഉണ്ടാവും. ഈ ഒരു സംഗതി എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. ടൈമിൻ്റെ പ്രഷർ നമ്മളിൽ എപ്പോഴും എന്ത് ചെയ്യണം? എക്സാം എഴുതുമ്പോൾ ഉണ്ടാവണം. എന്നാലേ ആ പ്രഷറിൽ അവിടെ പോയിട്ട് ഇത് വീട്ടിൽ നിന്ന് എക്സാം എഴുതുമ്പോൾ ഇങ്ങനെ കടന്നിട്ട് എന്ത് ചെയ്യാണ്? അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കുറയ്ക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒന്ന് ബബിൾ ചെയ്തു. പിന്നെ ഇങ്ങനെ സൗകര്യം നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഉത്തരം കിട്ടിയിട്ട് ബബിൾ ചെയ്യുക. എവിടുക്കാ അപ്പോൾ ബബിൾ ചെയ്തിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പോകാനൊന്നുമില്ലല്ലോ, ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബബിൾ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതുന്നത്. അങ്ങനെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഈ പറയുന്ന ലെവലിലേക്ക് നമുക്ക് ടൈമിൻ്റെ പ്രഷർ, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സാം ഹാളിൽ പോയവർക്ക് അറിയാൻ പറ്റും. ടൈം മാനേജ്മെൻറ്റ് LDCക്ക് ഓരോരുത്തർക്ക് സമയം കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് രണ്ടാമത്തെ ഒരു വായനക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു 15 മാർക്കും കൂടെയൊക്കെ സ്കോർ ചെയ്തേനെ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നേക്കാം. പിന്നെ മല മറിച്ചേനെ മറ്റേ രണ്ടാമത്തെ ഒരു വായനക്കും കൂടെ അവസരം കൊടുത്തിരുന്നെങ്കിൽ. കാരണം കിട്ടിയ സമയം നേരാവണ്ണം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള ട്രെയിനിങ് എവിടെ നിന്ന് നടക്കണം? വീട്ടിൽ നിന്ന് നടക്കണം. സോ 1.25 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വീട്ടിൽ അനിയനോ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? എൻ്റെ അടുത്ത് 1/2 മണിക്കൂറാവുമ്പോൾ ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ അനിയനൊക്കെ ആണെങ്കിൽ, അനിയനും അനിയത്തൊക്കെ ആണെങ്കിൽ ഓർക്ക് എന്തെങ്കിലും നോക്കാൻ നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യക്കാരം. ഓല 1/2 മണിക്കൂറിന് മുന്നേ തന്നെ വന്ന് പറയും 20 മിനിറ്റ് ആയിട്ടോ, ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ ഈ 1/2 മണിക്കൂറാന്ന് പറയാൻ ഓർമ്മിപ്പിച്ചിട്ട്. പക്ഷേ ആ ഓർമ്മിപ്പിക്കലുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും. ആ സിറ്റുവേഷൻ എവിടെ ഉണ്ടാക്കണം? വീട്ടിലുണ്ടാക്കണം. വീട്ടിലുണ്ടാക്കിയിട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് എന്ത് ചെയ്യണം? അതുമായിട്ട് പൊരുത്തപ്പെട്ട എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാം ഹാളിലൊന്നും പിന്നെ ഹാർട്ട് ബീറ്റേ കൂടൂല. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷൻ്റെ റേഞ്ച് മെയിൻ എക്സാമിന് ഇങ്ങനെ ആയിരിക്കും, പ്രിലിംസിന് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഒപ്പം ക്ലാസ്സുകൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് ലെവലായിട്ട് ക്ലാസ്സിലേക്ക് കയറാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ഇൻട്രോ ആയിട്ട് വന്നത്. ഇന്ന് പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളെന്ത് കണ്ടിട്ടുണ്ടാവും? OAൻ്റെ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. സോ ഇനി വരുന്ന എക്സാമിനെ കുറിച്ചിട്ട് ഒരു ധാരണയും കാര്യങ്ങളും ആയല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ എന്ത് ചെയ്തോണം? എക്സാമിനെ കണ്ടോണം. പിന്നെ തുടക്കം മുതൽ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ്. നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ്. ഞാൻ അതായത് ജോലി കിട്ടത്തക്ക രീതിയിൽ LDC പരീക്ഷ അതായത് നമ്മൾ പഠിച്ച് പരീക്ഷ ഇത് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നൊരു എക്സാം ഉണ്ടാവുമല്ലോ, ആ LDCക്ക് 75 അറ്റൻഡ് ചെയ്തു, 3 നെഗറ്റീവ്, ബാക്കി 72 ശരി, 71 മാർക്ക്. ഈ ലെവലിലായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തതല്ല, അങ്ങോട്ട് കുറഞ്ഞതല്ല. ഒരു സുപ്രഭാതത്തിൽ വെറും 3 നെഗറ്റീവിലേക്ക് എത്തിയതല്ല. അവിടെ കുറേ എക്സാമുകൾ എഴുതുമ്പോഴൊക്കെ നെഗറ്റീവാണ് ശത്രു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നെഗറ്റീവിനെ കുറയ്ക്കാനുള്ള പണി എടുത്ത് എക്സാം ഹാളിലെത്തുമ്പോൾ 5-ൽ താഴേക്ക് എന്ത് ചെയ്യണം? 5-ൽ താഴേക്ക്
നെഗറ്റീവ് മാർക്ക് എത്തണം. അല്ലെങ്കിൽ എന്താ, കാണുന്നിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചാടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ചാടി. അടുത്ത ക്വസ്റ്റ്യൻ ചാടാൻ ഒരു നെഗറ്റീവിലേക്ക് പോകാൻ ഒരു ചാൻസ് ഒന്നുമില്ല. രണ്ടാമത്തെ ഒരു വായനയിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ വായനയിൽ തന്നെ ഞാൻ ചാടി. ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി ചാടിക്കാനായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ പാലക്കാടിന്റെ LDC കഴിഞ്ഞിട്ട് ഓരോരുത്തരാഴ്ച നെഗറ്റീവാണ്. 29 നെഗറ്റീവ്, 27 നെഗറ്റീവ്, 23 നെഗറ്റീവ്, 22 നെഗറ്റീവ്, 18 നെഗറ്റീവ്, 16 നെഗറ്റീവ്, 13 നെഗറ്റീവ്. നെഗറ്റീവ് മാർക്കിന്റെ കണ്ണ് തള്ളിപ്പോയി. അതായത് ഇവർ പോയത് നെഗറ്റീവ് കൂടുതൽ കിട്ടിയവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരീക്ഷയ്ക്ക് പോയ പോലെയാണ് എന്ത് ചെയ്തത്, നെഗറ്റീവ് വാങ്ങി വന്നേക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, -5 താഴേക്ക് വരാനുള്ള പണിയെടുക്കണം. അതായത് ഒരു സാധനത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിങ്ങനെ ആൻസർ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മാർക്ക് കളയുന്ന കറുപ്പിക്കലാവില്ലല്ലോ എന്നുള്ളൊരു പേടി നമുക്ക് എന്ത് ചെയ്യണം, പേടി നമുക്ക് തോന്നണം. ഇതതില്ല, ഇതെന്താണ്, ഇത് തന്നെയാണ് ശരി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, എക്സാം ഹാളിൽ കയറിയിട്ട് കറുപ്പിച്ചിട്ട് ഒന്ന് സമാധാനം, ഇന്ന് എന്തായാലും ഞാൻ ആകെ ഒരു 5 താഴെ നെഗറ്റീവൊക്കെ അടിച്ചിട്ടുള്ളൂ. ബസ്സിൽ കയറിയപ്പോൾ തീരുമാനമായി 10 എണ്ണം, വീട്ടിലെത്തിയപ്പോൾ തീരുമാനമായി 15 എണ്ണം, ആരൊക്കെയോ ആൻസർ കീ അയച്ചു തന്നു, തീരുമാനമായി 20 എണ്ണം. ഇനി അതെന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇനി അത് നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ലെവലിലേക്ക് ഇങ്ങനെ കൂടി വരിക. അപ്പോൾ വെറുതെ എന്ത് ചെയ്യണ്ട, ആ ലെവലിലേക്ക് നെഗറ്റീവ് അടിച്ച് കൂട്ടാൻ നിൽക്കണ്ട. നെഗറ്റീവാണ് നിങ്ങളുടെ ശത്രു എന്നുള്ളത് എന്ത് ചെയ്തോളുക, അവിടെ ഓർത്തോളുക. 2017 ഈ LD എക്സാം നടന്നിട്ട്, LDൻ്റെ എക്സാമിൽ ആ സമയത്ത് അന്നൊക്കെ പിന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലോ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചപ്പോൾ ഓപ്ഷൻ A ഭാരതപ്പുഴ എന്ന് കൊടുത്തു. അപ്പം ഈ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ കയറിയിട്ട് എന്ത് ചെയ്തു, ഭാരതപ്പുഴ കയറി കറുപ്പിച്ചു. D പെരിയാർ ഉണ്ട് അവിടെ. പക്ഷേ ആളെന്നാലും എന്ത് ചെയ്തു, ലിസ്റ്റിൽ കയറി. പക്ഷേ ഈ ലിസ്റ്റിൽ കയറിയിട്ടും ഇയാൾക്ക് പശ്ചാത്താപം, അതായത് സങ്കടം തീർത്തിട്ടും തീരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 0.33 വ്യത്യാസത്തിൽ ആളുടെ റാങ്കിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 12 റാങ്കുകളാണ്. അപ്പം ഈ 12 റാങ്ക് വ്യത്യാസം വന്നപ്പോൾ ആദ്യം പോയ ഒരു 15 അഡ്വൈസുകളുടെ കൂട്ടത്തിൽ ഇയാൾ പെട്ടില്ല. പിന്നീട് ഒരു 7 അഡ്വൈസ് പോയാൽ ആര് പെടും, ഈ കുട്ടി പെടും. പക്ഷേ ഈ ഫസ്റ്റ് 15 പോയ അഡ്വൈസ് പോയപ്പോൾ എന്നെ വിളിച്ചു, പക്ഷേ ഞാൻ ആ ഒരു കൂട്ടത്തിൽ ഞാൻ പെട്ടില്ല, എൻ്റെ ആ ഒരു ഭാരതപ്പുഴ ഉണ്ട്, എനിക്കിപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് സങ്കടം തീരുന്നില്ല എന്നുള്ളത്. പക്ഷേ പിന്നെ ഈ 7 അഡ്വൈസ് പോയ കൂട്ടത്തിൽ ആളുടെ അഡ്വൈസ് ഉണ്ടായിരുന്നു, ആള് പക്ഷേ ആയുസ്സോടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അറ്റാക്ക്, നോർമൽ ഡെത്ത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആള് അന്ന് പെരിയാറ് കറുപ്പിച്ചിരുന്നെങ്കിൽ, അതായത് ചെറിയൊരു മിസ്റ്റേക്കാ, മരിക്കുന്നത് എവിടെ ഇരുന്നിട്ടാ, ഈ പറയുന്ന സർവീസിലിരുന്നിട്ടാ. ഇങ്ങനെ ഈ സർവീസിലിരുന്നിട്ടാണ് ആ മരണമെങ്കിൽ തൻ്റെ 17 വയസ്സായ +2 പഠിക്കുന്ന മകനുണ്ട്, മകന് ജോലി ബാക്കി വെച്ചിട്ടാണ് ആര് പോവുക, ആ പറയുന്ന ലേഡി പോയിരുന്നത്. പക്ഷെ അപ്പോൾ നിങ്ങൾ പറയുന്നത് അതൊക്കെ വിധിയല്ലേ എന്നുള്ള ലെവലിലേക്ക്, വിധിയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു തവണ കൂടെ വായിച്ച് പെരിയാറ് കറുപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊന്നും ആൾക്ക് അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് കുറേയൊക്കെ നമ്മുടെ അശ്രദ്ധ കാരണം എന്ത് ചെയ്യപ്പെടുന്നു, നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് മാർക്കുകൾ അടിച്ചു കൂട്ടുന്നു. അപ്പം നെഗറ്റീവ് മാർക്കിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു ജീവനോളം വിലയുണ്ട്. അത്രക്ക് ഷുവറായിട്ടുള്ളത് മാത്രം കറുപ്പിച്ച് ശീലിച്ചവർക്കേ അവിടെ പോയാൽ 5 താഴേക്ക് നെഗറ്റീവ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് എക്സാം എത്ര ടൈറ്റ് ആയിക്കോട്ടെ, എക്സാം എത്ര കൺഫ്യൂസിങ് ആയിക്കോട്ടെ, വീട്ടിൽ നിന്നിട്ട് നെഗറ്റീവ് മാർക്കിൻ്റെ വാല്യൂ അറിഞ്ഞ ഒരാൾ എന്ത് ചെയ്യൂല,
അവിടെ ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോയിട്ട് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതലേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 99 എണ്ണവും അറിയില്ല, ഒന്നേ അറിയുള്ളൂ എന്ന് വിചാരിക്കുക. ഈ 1 കറുപ്പിച്ചിട്ട് ബാക്കി 99 എണ്ണവും അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള മൈൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഈ 1 ഞാൻ കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഈ 1-ൽ നിന്ന് 1 4 ആവും, 4 7 ആവും, 7 15 ആവും, 15 22 ആവും. അങ്ങനെ പതുക്കെ 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 നിങ്ങൾ കയറ്റിക്കൊണ്ടുവന്നാൽ മതി. പക്ഷേ കയറ്റിക്കൊണ്ടുവരുമ്പോഴും നിങ്ങൾക്കൊരു സമാധാനം എന്താണെന്നറിയോ? ഞാൻ എന്തായാലും എൻ്റെ കിട്ടിയ മാർക്ക് കളഞ്ഞു കുളിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തതും കിട്ടിയ മാർക്ക് സൂക്ഷിക്കാനാണ്. ആ ലെവലിലേക്ക് നിങ്ങൾ ഇതാവണം. ഇത് നിങ്ങൾ ശ്രമിക്കുന്ന എങ്ങനെയാണെന്നറിയോ? മറ്റേ പൂരത്തിന് കച്ചവടത്തിന് പോയ പോലെയാ. മറ്റേ ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണെങ്കിൽ, ഏതാണെങ്കിലും സയൻസ് ഒക്കെ ആണെങ്കിൽ 10 ഉണ്ടല്ലോ, കയറി കറപ്പിച്ചിട്ട് 5 ശരിയും 5 തെറ്റും കിട്ടിയാലും എനിക്ക് ലാഭമല്ലേ എന്ന് അങ്ങനെ ചിന്തിക്കുന്നത്. 3 എണ്ണം തെറ്റിയാലല്ലേ 1 പോവുള്ളൂ. 3 എണ്ണം തെറ്റിയാൽ 3 പോവില്ലല്ലോ, എന്നാലും എനിക്ക് ലാഭമല്ലേ. മറ്റേ കച്ചവടത്തിന് പറഞ്ഞയച്ചേക്കാണല്ലോ, ലാഭവും നഷ്ടവും കണക്കാക്കിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. സോ ഇത് ആ ഒരു ലെവലിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറഞ്ഞു തരുന്നത്. കാരണം ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് വളരെ സിമ്പിളായിട്ടുള്ള കളിയാണെന്ന് തോന്നും. ശരിയാണ്, സിമ്പിളായിട്ടുള്ള കളിയാണ്. അതായത് ഉണ്ടാക്കി വെച്ച് പോക്കറ്റിലാക്കിയ മാർക്കിനെ സിമ്പിളായിട്ട് കളയുന്ന പരിപാടിയാണ് ഇത് PSC പരീക്ഷ എന്ന് പറയുന്നത്. അത് തുടക്കം മുതലേ എന്ത് ചെയ്യണം? തുടക്കം മുതലേ മൈൻഡിലേക്ക് കയറണം. നെഗറ്റീവാണ് എൻ്റെ ശത്രു. ഇന്നൊരു നെഗറ്റീവ് അടിച്ചാൽ നാളെ അത് 3 നെഗറ്റീവ് ആയാൽ ഉറക്കം നഷ്ടപ്പെടണം. ആ ലെവലിലേക്ക് നെഗറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവിനെ നമ്മൾ കാണണം എന്നുള്ളതാണ്. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യും? ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സുകൾ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടാവുക. 13 മുതൽ 17 വരെ മിക്കവാറും ക്ലാസ് ഉണ്ടാവില്ല. കാരണം ചില ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ എന്താണ്, ടീച്ചേഴ്സ് എല്ലാം നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ് 13 to 17 എന്ന് പറയുന്നത്. അപ്പോൾ അത് മുൻകൂട്ടി തന്നെ നിങ്ങളടുത്ത് എന്ത് ചെയ്യാണ്? അവിടെ പറയുകയാണ് നമുക്ക് ഏകദേശം ഒരു എക്സാം എന്ത് ചെയ്യണം? ഒരു ഡിസംബർ എന്നുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ പ്രതീക്ഷിക്കണം. ഇപ്പോൾ നവംബറിൽ കലണ്ടറിലൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഡിസംബറിൽ പ്രതീക്ഷിക്കാം എന്നുള്ള ലെവലിൽ കാണണം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആരും എന്ത് ചെയ്യരുത്? ഒരു ലേസി മൈൻഡോടുകൂടെ ഇതിനെ കാണരുത്. നമുക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. നമ്മളാണ് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യുന്നത്. പ്രതിസന്ധികളും നമ്മുടെ ഇല്ലായ്മകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, എവിടേക്കും പോവില്ല. അതിൽ നിന്ന് കയറണം എന്നുണ്ടെങ്കിൽ പഠിച്ചോ. ആ പ്രതിസന്ധിയും ഇല്ലായ്മകളും ഒക്കെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിരിക്കാം. അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ചിരിക്കാനുള്ള വകയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇപ്പം സംഭവം മനസ്സിലായല്ലോ. അപ്പം അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക. എന്തായാലും തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യുക? എനിക്കുള്ളതാണ് ഈ ജോലി എന്നുള്ള ലെവലിൽ. ഇപ്പോൾ ബാക്കിയുള്ളവരും ആണെങ്കിൽ വേണമെങ്കിൽ ഒരു നോക്കിയെടുത്തോട്ടെ എന്നുള്ള ലെവലിൽ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ അവനവനുള്ളത് അവനവനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ആ ലെവലിൽ കാണാത്തവരായിരിക്കും ബാക്കിയുള്ളവർ. അപ്പോൾ അവനവനൊരു ജോലി എന്നുള്ളത് നന്നായിട്ട് തന്നെ ഉറപ്പിച്ചോളുക. ആ ലെവലിൽ പ്രിപ്പറേഷൻ നടക്കട്ടെ. സ്പൂൺ ഫീഡിങ് ആയിട്ട് എന്ത് ചെയ്യരുത്? ഒരാളും കാണരുത്. സ്പൂൺ ഫീഡിങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു ചോദിച്ചാണ്, 1500 അടച്ച് സൈലത്തിൽ അങ്ങോട്ട് ചേർന്ന ജോലി ഷുവറാണോ? ഞാൻ പറഞ്ഞു, അല്ല 1500 വേണമെങ്കിൽ ഞാൻ തിരിച്ചെന്നെ എന്ത് ചെയ്ത് തരാം, ഇട്ട് തരാം. ഇതിവിടെ ഇങ്ങനെ 1500 അടക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിലേക്ക് കയറാനുള്ള എൻട്രി പാസ് ഇങ്ങോട്ട് കൊടുക്കല്ല. ഈ 1500 അടച്ചിട്ട് ആ പറയുന്ന ക്ലാസ്സുകൾ കിട്ടുന്നത് മര്യാദക്ക് ക്ലാസ്സുകൾ നോട്ട് എഴുതി അതിൻ്റെ പിന്നാലെ ഇരുന്ന് റിവിഷൻ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതിയിട്ട് ജോലി എനിക്കാണ് കയറേണ്ടത് എന്നുള്ള വിചാരത്തോടു കൂടെ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സ്പൂൺ ഫീഡിങ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, നടക്കൂല. സോ നന്നായിട്ട് ഒരുങ്ങിയോ. ബെസ്റ്റ് വിഷസ്. ഓക്കെ.